കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായി. യൂട്യൂബ് ചാനൽ വഴിയാണ് മൊഴി പരസ്യമാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് മൊഴി വിട്ടതെന്നാണ് ആരോപണം. സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ വഴിയാണ് മൊഴി പരസ്യമാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് മൊഴി പുറത്തുവിട്ടതെന്നാണ് ആരോപണം. സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തലാണ് ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി നിലവിൽ യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ മൊഴിയിൽ പറയുന്നത്? വിശദമാക്കും. അർജുന, അതീവ ഗൗരവ സ്വഭാവമുള്ള മൊഴിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ധർമ്മസ്ഥല പോലീസിനെതിരെയാണ് ഈ പ്രധാനമായും ആരോപണം ഉയരുന്നത്. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ, മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയുന്ന നിർണായക വിവരങ്ങൾ എന്നിവയാണ് ഇത്തരത്തിൽ ഈ പോലീസ് ചോർത്തി നൽകിയതെന്നാണ് പ്രധാനമായും ആക്ഷേപം വരുന്നത്. ജൂലൈ 14-ന് ബെൽത്തങ്ങാടി പോലീസിലെത്തി ഈ ശുചീകരണ തൊഴിലാളി രഹസ്യമൊഴി നൽകുന്ന സാഹചര്യമുണ്ടായി. അഭിഭാഷകർക്കൊപ്പം എത്തിയാണ് ഇയാൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി നൽകിയത്. ഈ രഹസ്യമൊഴി ഇത്തരത്തിൽ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന ഒരു പതിവുണ്ട്. ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമൊഴി പരസ്യപ്പെടുത്തിയതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണം. എന്തായാലും ഈ രഹസ്യമൊഴി, അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ തന്നെ ഈ രഹസ്യമൊഴി പരസ്യമായതിൽ വലിയ അസംതൃപ്തിയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. തന്റെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മൊഴി ചോർത്തി നൽകിയെന്നുള്ള ചോദ്യമാണ് ഈ അഭിഭാഷകൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ചോദിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ പരാതി ഈ ധർമ്മസ്ഥല പോലീസിന് എതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, കർണാടക മുഖ്യമന്ത്രി എന്നിവർക്കും ഇവർ ഈ പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ മൊഴികൾ പുറത്തുവിടുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുകയും ചെയ്യപ്പെടുന്നത് നിയമവ്യവസ്ഥയോടുള്ള തന്നെ വലിയൊരു വെല്ലുവിളി കൂടിയാണ്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം അടിസ്ഥാനപരമായി കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന ഒരു ആവശ്യം കൂടി ശക്തമാകുന്നുണ്ട്. ഈ ധർമ്മസ്ഥല പോലീസ് ഈ വിഷയങ്ങളിൽ വലിയ അലംഭാവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതിനനുസരിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ ഈ വനപ്രദേശത്ത് എത്തിയിരുന്നു. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കാത്തൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ഉന്നതരായ വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി പരസ്യമായത്. ഈ രഹസ്യമൊഴിയിൽ ഉന്നതരായ വ്യക്തികളുടെ പേരുണ്ട്, ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിശദാംശങ്ങൾ ഈ മൊഴിയിൽ നൽകിയിരുന്നു. മാത്രമല്ല തെളിവുകൾ ഉൾപ്പെടെയാണ് ഇയാൾ നൽകിയിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എപ്രകാരമാണ് ഇത്തരത്തിലുള്ള കൃത്യവിലോപം നടത്താൻ പോലീസിന് സാധിക്കുക എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധ സ്വരങ്ങൾ കനക്കുകയാണ്. പോലീസിന്റെ നിഷ്ക്രിയത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതി പ്രവർത്തകരുടെ തീരുമാനം. മാത്രമല്ല നിയമപരമായ പോരാട്ടം നയിക്കുമെന്ന് അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ദുഃഖാർത്ഥമായ കാര്യങ്ങളാണ് കർണാടക ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് പകരം പ്രതികളെ സംരക്ഷിക്കുന്നതിനും തെളിവുകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഒരു SIT, അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കണമെന്ന ആവശ്യം കൂടി ശക്തമാകുന്നുണ്ട്. ഒന്നെങ്കിൽ DGP നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അംഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണ സംഘമോ രൂപീകരിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് പ്രധാനമായും ഉയരുന്നത്. കേരളത്തിൽ നിന്നടക്കം ഇത്തരത്തിൽ നിരവധിയായ മിസ്സിംഗ് കേസുകളും മരണങ്ങളും നടന്നൊരു സാഹചര്യത്തിൽ കേരള പോലീസ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റും
ഇത് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തിരോധാനങ്ങളിൽ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മൊഴി ചോർന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സമരസമിതി പ്രവർത്തകരും അഭിഭാഷകരും നോക്കിക്കാണുന്നത്. അതീവ ഗൗരവമുള്ള കേസ് ഇത്ര നിസ്സാരമായാണോ പോലീസ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് നിലകൊള്ളുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. അർജുന, തീർച്ചയായും ധർമ്മസ്ഥല കൊലപാതക പരമ്പരയുടെ സത്യം പുറത്തു വരേണ്ടതാണ്. നിലവിൽ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായി. അതീവ ഗുരുതരമായ പ്രശ്നം തന്നെയാണത്. യൂട്യൂബ് ചാനൽ വഴിയാണ് മൊഴി നിലവിൽ പരസ്യമാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് മൊഴി പുറത്തുവിട്ടതെന്നാണ് ആരോപണമുള്ളത്. സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കഴിഞ്ഞു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.